കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് സാധനങ്ങൾ എറിഞ്ഞു നൽകുന്നത് പണം വാങ്ങിയെന്ന് പിടിയിലായ പ്രതിയുടെ മൊഴി. കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോൺ എറിഞ്ഞു നൽകുന്നതിനിടെ പിടിയിലായ പനങ്കാവ് സ്വദേശി അക്ഷയാണ് പോലീസിന് മൊഴി കൊടുത്തത്. 1000 രൂപ മുതൽ 2000 രൂപ വരെ ഇതിന് കൂലി കിട്ടുമെന്നാണ് പ്രതി പറയുന്നത്. സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സുനിൽ, എന്താണ് ഈ ഏർപ്പാട്? നിഷാദ്, കഴിഞ്ഞ ദിവസം ജയിലിനുള്ളിലേക്ക് പുറത്തുനിന്ന് മൊബൈൽ ഫോണും ഒപ്പം പുകയില ഉൽപ്പന്നങ്ങളും എറിഞ്ഞു നൽകുന്നതിനിടയിൽ ഒരാളെ പോലീസ് പിടികൂടിയിരുന്നു. 3 പേരാണെന്ന് ഇത്തരത്തിൽ സാധനങ്ങൾ എറിഞ്ഞു നൽകാനായി വന്നത്. ഇത് CCTV ദൃശ്യങ്ങളിൽ ഇത് കണ്ട് പോലീസിനെ ജയിൽ വകുപ്പ് വിവരമറിയിക്കുന്നു. പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി. ആ സമയത്ത് പക്ഷേ 3 പേരും ഓടി. അതിലൊരാൾ വീണുപോയി. ആ വീണുപോയ ആളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്, പനങ്കാവ് സ്വദേശിയായിട്ടുള്ള അക്ഷയെ. എന്തായാലും അക്ഷയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ ജയിലിലേക്ക് ഇത്തരത്തിൽ സാധനങ്ങൾ എറിഞ്ഞു നൽകുന്നത് വലിയൊരു കച്ചവടമാണ്, വലിയൊരു ബിസിനസ്സാണ് എന്ന് മനസ്സിലാക്കുന്നത്. അത് 2 തരത്തിലുള്ള ആളുകളാണ് ഈ സാധനങ്ങൾ എറിഞ്ഞു നൽകുന്നത്. ഒന്ന്, പുറത്തുനിന്ന് കൂലിക്ക് വിളിക്കുന്ന ആളുകൾ. മറ്റൊന്ന്, ഈ തടവുകാരുമായി അടുത്ത് ബന്ധമുള്ള ആളുകൾ. അതിൽ ഈ കൂലിക്ക് വാങ്ങുന്ന ആളുകളുടെ കാര്യമാണ് ഇപ്പോൾ കൃത്യമായൊരു മൊഴിയായി അക്ഷയ് നൽകിയിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ തടവുകാരെ കാണാനായി അകത്ത് പോകുന്ന അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയ ആളുകളുണ്ട്. അവരുടെ കയ്യിൽ ഈ എവിടേക്കാണ് ഇത് എറിഞ്ഞു നൽകേണ്ടതെന്നുള്ള വിശദാംശങ്ങൾ ഇവർ പറഞ്ഞു കൊടുക്കും. അതായത് ഇപ്പോൾ കൃഷ്ണമേനോൻ കോളേജിന്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു തെങ്ങ്, അല്ലെങ്കിൽ ഒരു പ്ലാവ്, അല്ലെങ്കിൽ പള്ളിക്കുന്ന് പ്രിന്റിംഗ് പ്രസിന്റെ ആ സൈഡിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു മരം, അങ്ങനെ ഒരു അടയാളം പറഞ്ഞു കൊടുക്കും. അതിന് ആഴ്ചയിൽ ഒരു ദിവസവും നിശ്ചയിക്കും. എല്ലാ ദിവസവും അത് എറിഞ്ഞു കൊടുക്കില്ല. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. അതിനൊരു സമയം, ഒരു നിശ്ചിത സമയക്രമം ഉണ്ടാവും. ആ സമയത്താണ് ഇത് എറിഞ്ഞു നൽകേണ്ടത്. അത് ഉള്ളിലേക്ക് ഇവർ പറയുന്നതനുസരിച്ച് കൃത്യമായി എറിഞ്ഞു നൽകുന്ന ആൾക്ക് 1000 രൂപ മുതൽ 1500 രൂപ വരെയാണ് ഒരു ഏറിന് പ്രതിഫലമായി ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഏറ് പണിയിലേക്ക് വരാൻ ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പുതിയരൂരിലും അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെയുള്ള ജയിലിനടുത്ത് താമസിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. അത്തരം ആളുകൾ, പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ചില ആളുകൾ ഈ കൂലി വാങ്ങി ഇത്തരത്തിൽ സാധനങ്ങൾ എറിഞ്ഞു നൽകുന്ന ഒരു പണിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകുന്ന വിവരം. എന്തായാലും നിലവിൽ ഈ അക്ഷയ് കസ്റ്റഡിയിലുണ്ട്. അക്ഷയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 പേരെക്കുറിച്ചും പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവരെ കൂടി അടുത്ത ദിവസം കസ്റ്റഡിയിൽ എടുക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും ഒരു റാക്കറ്റ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഏജന്റ് ഇത് കൃത്യമായി ഇതിന്റെ മൊത്തം കൊട്ടേഷൻ വാങ്ങി മറ്റുള്ള ആളുകളെ ജോലിക്ക് നിർത്തി ഈ സാധനങ്ങൾ ഉള്ളിലേക്ക് എറിഞ്ഞു നൽകുകയാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. അതില് അവിടെ പിടിക്കാൻ ആള് വേണമല്ലോ, അല്ലാതെ എടുക്കാനും ആള് വേണം. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്തായാലും അവിടെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള എന്തൊക്കെ ഇൻഫർമേഷൻ ഇവർക്കുണ്ട്? അകത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ആരാണ്? പോലീസുകാർ തന്നെ സഹായിക്കുന്നുണ്ടോ? എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടോ? നിഷാദ്, അങ്ങനെയല്ല. അതായത് ഇപ്പോൾ ഒരു തടവുകാരനെ കാണാനായി അവരുടെ ബന്ധു, സുഹൃത്ത് ആരെങ്കിലും ഒരാൾ അകത്ത് കയറുന്നു. അയാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അയാളാണ് സമയവും സ്ഥലവും പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ വരുന്ന വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കും 10:30ക്കും ഇടയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന മരത്തിന്റെ ചുവട്ടിലേക്ക് എറിഞ്ഞു നൽകണം എന്ന് പറയുന്നു. അയാളാണ് ഈ പണി പുറത്തുള്ള പിള്ളേരെ ഏൽപ്പിക്കുന്നത്, പുറത്തുള്ള ആളുകളെ ഏൽപ്പിക്കുന്നത്. അവരാണ് ഈ പറഞ്ഞ കൃത്യസമയത്ത്, അവർ നേരത്തെ നിശ്ചയിച്ച് തന്നിട്ടുള്ള ആ സമയത്ത് ഇത് ഉള്ളിലേക്ക് എറിഞ്ഞു നൽകുന്നത്. ആ സമയത്ത് ഇത് എടുക്കുന്നതിനായി, ഇത് കളക്ട് ചെയ്യുന്നതിനായി ആ പരിസരത്ത് ഒന്നെങ്കിൽ ഈ തടവുകാരൻ അല്ലെങ്കിൽ അയാൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന മറ്റേതെങ്കിലും ഒരു തടവുകാരൻ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് പറയുന്നത്. നേരത്തെ ഈ ശരീരഭാഗങ്ങളിലൊക്കെ ഒളിപ്പിച്ചായിരുന്നു പ്രതികൾ ഈ പുകയില ഉൽപ്പന്നങ്ങളും മൊബൈലും ഒക്കെ അകത്തേക്ക് കടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഈ കോടതിയിലൊക്കെ ഹാജരാക്കി തിരിച്ചു പോകുന്ന സമയത്തൊക്കെ അവരുടെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സ്കാനിങ് സംവിധാനം കുറച്ചുകൂടി ശക്തമാക്കിയിട്ടുണ്ട്. വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കുറെ കൂടി പരിശോധനയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശരീരത്തിൽ ഒളിപ്പിച്ച് അകത്തേക്ക് കയറ്റുന്നത് അത്ര ഈസി അല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതോടുകൂടിയാണ് കൂടുതൽ പുറത്തു നിന്നുള്ള ആളുകളെ ആശ്രയിക്കുകയും അവർക്ക് ഓരോ ഏറിനും കൃത്യമായി പണം കൊടുത്ത് അവരെ ഇത്തരത്തിൽ പണി ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത് സ്ഥിരമായി ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അവരെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. ശരി, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്ന ഏർപ്പാടുകളെ കുറിച്ചാണ് സുനിൽ ഐസക് സംസാരിക്കുന്നത്. അവിടെ പുറത്തുനിന്ന് അകത്തേക്ക് സാധനങ്ങൾ എറിഞ്ഞു കൊടുത്തതിന്റെ പേരിൽ പിടിയിലായ അക്ഷയ് എന്ന യുവാവ് എന്തൊക്കെയാണ് താൻ ചെയ്തു പോന്നിരുന്നതെന്നും അതിനെത്രയാണ് പ്രതിഫലം കിട്ടുന്നതെന്നൊക്കെ പറയുന്നു. 1000 മുതൽ 2000 രൂപ ഒരൊറ്റ ഏറിന് കിട്ടും. അപ്പോൾ ഏറെന്ന് വെച്ചാൽ വെറുതെ എറിയല്ല, അകത്ത് ഒരു പ്ലാനുണ്ട്, പുറത്തൊരു പ്ലാനുണ്ട്. ആ പ്ലാനിന്റെ മൊത്തമുള്ള ഒരു നടപ്പിലാക്കലാണ്. എന്തായാലും കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ആ കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ജയിലുകൾ നടക്കുന്നതിനെ കുറിച്ചുള്ള വലിയ ആശങ്കകൾ ഉയർന്നു വരുന്ന ഒരു കാലവും കൂടിയാണല്ലോ. അപ്പോൾ പുതിയ അത്ഭുതപ്പെടുത്തുന്ന, അമ്പരപ്പിക്കുന്ന ചില ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ സുനിൽ പങ്കുവയ്ക്കുന്നത്.